പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ രക്തസാക്ഷി ഫണ്ട് തിരിമറി തട്ടിപ്പ് വീണ്ടും സജീവ ചർച്ചയാകുന്നു. വി കുഞ്ഞികൃഷ്ണൻ ഇന്നലെ പുറത്തുവിട്ട തെളിവുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നാണ് സിപിഐഎമ്മിന്റെ മറുപടി. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറി ആയിരുന്ന KP മധു സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. വ്യക്തിഗത അക്കൗണ്ട് അല്ല എന്നും പാർട്ടിയുടെ തന്നെ അക്കൗണ്ടിലേക്കാണ് പണം മാറ്റിയത് എന്നുമാണ് സിപിഐഎമ്മിന്റെ വിശദീകരണം. ഒന്ന്, വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ CPM-ന്റെ ആളല്ല, അയാൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി CPM-നെ വിമർശിക്കാൻ വേണ്ടി വരണ്ട. വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് ചെലവ് ആരാണ് നിർവഹിക്കുന്നത്? കോൺഗ്രസ് അല്ലേ. ആ ചെലവ് നിർവഹിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പിരിച്ച ഫണ്ട് ഉപയോഗിച്ചല്ലേ. അങ്ങനെ ചെയ്യുന്ന വി കുഞ്ഞികൃഷ്ണൻ CPIM-നെ വിമർശിക്കാൻ വേണ്ടി വരണ്ട. പിന്നെ അദ്ദേഹം പുറത്തുവിട്ട രേഖ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ പുറത്തുവിട്ട രേഖ എന്ന് പറയുന്നത് KP മധു എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി എന്നുള്ള കപ്പാസിറ്റിയിൽ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ ആണ്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. അതേ അക്കൗണ്ട് ആണല്ലോ വി കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി ആയപ്പോൾ അതേ അക്കൗണ്ട് തന്നെയാണല്ലോ അദ്ദേഹം കൈകാര്യം ചെയ്തത്. ഇപ്പം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലായി, സാധാരണ നിലയിൽ ഏരിയ സെക്രട്ടറി ആ ചുമതല മാറുമ്പോൾ ആ ഏരിയ സെക്രട്ടറി ആ അക്കൗണ്ട് തൊട്ടടുത്ത ഏരിയ സെക്രട്ടറിക്ക് മാറ്റി കൊടുക്കണം. വി കുഞ്ഞികൃഷ്ണൻ ആ ചുമതല മാറിയിട്ട് കാലം കുറയായി. ഇപ്പോഴും ആ അക്കൗണ്ട് വി കുഞ്ഞികൃഷ്ണന്റെ പേരില്ല. അർജുൻ കല്യാട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, ഇന്നലെ കുഞ്ഞികൃഷ്ണൻ ചില തെളിവുകളുമായി പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിയതാണ്. അതിന് പിന്നീട് CPM-ന്റെ മറുപടിയും നമ്മൾ കണ്ടു. സെക്രട്ടറി ഏരിയ കമ്മിറ്റി എന്ന അക്കൗണ്ടിലേക്കാണ് ഫണ്ട് മാറ്റിയത്, അല്ലാതെ വ്യക്തിഗത അക്കൗണ്ടിലേക്കല്ല എന്നുള്ള കാര്യം CPM വിശദീകരിക്കുന്നു. പുതുതായി ഒന്നുമില്ലാത്ത ആരോപണം എന്ന് പറഞ്ഞ ആരോപണത്തെ തള്ളുന്നു. മാത്രമല്ല മറിച്ചൊരു ആരോപണം കൂടി കുഞ്ഞികൃഷ്ണൻ നേരെ ഉയർത്തുന്നത് ഇപ്പോഴും ആ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് കുഞ്ഞികൃഷ്ണനാണ് എന്നതാണ്. അർജുൻ കല്യാൺ. റിജിത്ത്, ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും കുഞ്ഞികൃഷ്ണൻ ഇന്നലെ തെളിവുകൾ സഹിതം പുറത്തേക്ക് വിട്ടു, അല്ലെങ്കിൽ ചില ആരോപണങ്ങൾ പുതിയതായി ഉന്നയിക്കുന്നു എന്ന രീതിയിലാണ് ഇന്നലെ ഫേസ്ബുക്കിലൂടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. എന്നാൽ ഈ ആരോപണം പൂർണ്ണമായും തന്നെ CPIM തള്ളുകയാണ്. ജില്ലാ സെക്രട്ടറി KK രാഗേഷ് തന്നെ പറയുന്നത് അത് സെക്രട്ടറി CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി, അതായത് ആ സമയത്ത് ഏരിയ സെക്രട്ടറി ആയിരുന്ന KP മധു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു അക്കൗണ്ടാണ്. അത് KP മധുവിൻ്റെ വ്യക്തിഗത അക്കൗണ്ടല്ല. അതിനുശേഷം അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന വി കുഞ്ഞികൃഷ്ണനും ഇതേ അക്കൗണ്ടാണ് ഉപയോഗിച്ചത്. അങ്ങനെ വ്യക്തിഗത അക്കൗണ്ട് ആയിരുന്നുവെങ്കിൽ എങ്ങനെയാണ് കുഞ്ഞികൃഷ്ണന് അത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ള ചോദ്യം കൂടി KK രാഗേഷ് ഉയർത്തുന്നുണ്ട്. എന്തായാലും വ്യക്തിഗത അക്കൗണ്ടിലേക്ക് പണം വന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ വി കുഞ്ഞികൃഷ്ണൻ ചില കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയത്. ഫേസ്ബുക്കിലൂടെ അതിൻ്റെ തെളിവുകളാണ് പുറത്തേക്ക് വിട്ടത്. ആ പുറത്തേക്ക് വിട്ട തെളിവുകൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് KK രാഗേഷ് പ്രതികരണം നടത്തിയത്. എന്തായാലും പയ്യന്നൂരിൽ നേരത്തെ വി കുഞ്ഞികൃഷ്ണൻ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയും അതിനുശേഷം പത്രസമ്മേളനത്തിലൂടെയും പുസ്തകത്തിലൂടെയും ഒക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അറിയിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ CPIM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയിലേക്ക് ഉൾപ്പെടെ മാറിയത്. പിന്നീട് അദ്ദേഹം UDF-ന്റെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. എന്നാൽ UDF-ന്റെ പിന്തുണയോടുകൂടി മത്സര രംഗത്ത് എത്തിയതിന് പിന്നാലെ തന്നെ അവിടെ ഈ ഫണ്ട് വിവാദം അല്പം, അതായത് നേരത്തെ സജീവ ചർച്ചയായിരുന്നുവെങ്കിൽ കൂടി പിന്നീട് അത് ഇടക്കാലത്ത് ആ ചർച്ചകളിൽ നിന്നും അല്പം മാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇങ്ങനെയൊരു തെളിവുകൾ കൂടി പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ അത് വീണ്ടും ഒരു ചർച്ചയാക്കിയ ഘട്ടത്തിൽ അതിന് ജില്ലാ സെക്രട്ടറി KK രാഗേഷും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയും ഒക്കെ മറുപടി നൽകുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സജീവമായ ഒരു ചർച്ചയായി മാറുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ലാപ്പിൽ പയ്യന്നൂരിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഈ ഫണ്ട് വിവാദം തന്നെയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. റിജിത്ത്, ആര്യ. ഓക്കെ, അർജുൻ കല്യാടാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.